നമസ്കാരം. ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് മഹാലക്ഷ്മി ദേവി. മഹാവിഷ്ണു ഭഗവാൻ എവിടെ വസിക്കുന്നുവോ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉറപ്പാകുന്നു. ഒരു വീട്ടിൽ അതിനാൽ വൈഷ്ണവ സാന്നിധ്യമുണ്ട് എങ്കിൽ ഉറപ്പായും മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ആ വീടുകളിൽ നിറയുന്നതുമാണ്. ഈശ്വരാധീനം, ആധ്യാത്മിക കാര്യങ്ങൾ തുടങ്ങിയവ ജീവിതത്തിൽ വർദ്ധിപ്പിക്കേണ്ട സമയമായിരുന്നു കർക്കിടകം. നിത്യവും രാമായണ പാരായണം ചെയ്യുകയും നിലവിളക്ക് തെളിയിച്ച് നാമങ്ങൾ ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ച അടുത്ത വർഷം, അതായത് ചിങ്ങം 1 മുതൽ വന്ന് ചേരുന്നതുമാണ്. എന്നാൽ ചിങ്ങം 1-ന് മഹാലക്ഷ്മി ദേവി അഥവാ ശ്രീ ഭഗവതി വീടുകളിൽ പ്രവേശിക്കുമ്പോൾ ദേവി സാന്നിധ്യം വീടുകളിൽ നിറയ്ക്കുന്ന ചില വസ്തുക്കളുണ്ട്. നാം വീടുകളിൽ ഈ വസ്തുക്കൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യവുമാകുന്നു. ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒന്ന് തന്നെയാണ് പ്രധാന വാതിൽ. പ്രധാന വാതിലിലൂടെയാണ് മഹാലക്ഷ്മി ദേവി വീടുകളിലേക്ക് പ്രവേശിക്കുക. അതിനാൽ പ്രധാന വാതിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വീടിന് മുൻപിലായി അരി തൂക്കിയിടുന്നതും ഓടപ്പൂ തൂക്കിയിടുന്നതും മണി തൂക്കിയിടുന്നതും ഏറ്റവും വിശേഷമാണ് എന്നാണ് പറയുക. പ്രധാന വാതിലിന് ഇരുവശത്തുമായി കറ്റാർവാഴ, സർപ്പോള, മണി പ്ലാന്റ് എന്നിവ നിങ്ങൾ വയ്ക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ പറയാം. പനിക്കൂർക്കയാലുള്ള പോസിറ്റീവ് ഊർജം നൽകുന്ന ചെടികൾ തന്നെയാണ് ഇവ. അതിനാൽ പനിക്കൂർക്ക നിങ്ങളുടെ വീടുകളിൽ ഇല്ല എങ്കിൽ അവ കൂടി വീടുകളിൽ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും ദിവസങ്ങളുണ്ട്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. പ്രധാന വാതിൽ തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. അതിനാൽ കുങ്കുമം പനിനീരിൽ ചാലിച്ച് സ്വസ്തിക ചിഹ്നം അല്ലെങ്കിൽ ഓം ചിഹ്നം വരയ്ക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും സംഭവിക്കും. മഹാലക്ഷ്മി ദേവിയെ ആ വീടുകളിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി സ്വീകരണ മുറിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കല്ലുപ്പ് ഗ്ലാസ് ബൗളിൽ അഥവാ ചില്ല് ഗ്ലാസ്സിൽ ഇട്ട് വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുകയും നെഗറ്റീവ് ഊർജം കുറയ്ക്കുകയും ചെയ്യും. ഇനി അഥവാ നിങ്ങൾ ഇട്ട് വച്ചിട്ടുണ്ട് എങ്കിൽ അവ ചിങ്ങം 1-ന് മുൻപായി മാറ്റി സ്ഥാപിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. മറ്റുള്ളവർ കാണാത്ത വിധമാണ് ഈ കാര്യങ്ങൾ വയ്ക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക, മറച്ചു വയ്ക്കുക. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം, ഒരു ചില്ല് ഗ്ലാസ്സിൽ ജലമിട്ട് ശുദ്ധജലത്തിൽ നാരങ്ങ ഇട്ട് വയ്ക്കുക എന്ന കാര്യമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതും ഉത്തമമാണ്. ദൃഷ്ടിദോഷം, ശത്രുദോഷം എന്നിവ ഒഴിവാക്കുവാൻ സഹായകരമാകുന്നു. എന്നാൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇട്ട് വച്ചിട്ടുണ്ട് എങ്കിൽ ചിങ്ങം 1-ന് മുൻപ് തന്നെ അത് മാറ്റി സ്ഥാപിക്കേണ്ടതാകുന്നു. അടുക്കളയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മഞ്ഞൾ, കടുക്, ഉപ്പ്, തേൻ, നെയ്, പഞ്ചസാര, അരി എന്നിവ നിറഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാകുന്നു. ചിങ്ങം 1-ന് ഈ വസ്തുക്കൾ വീടുകളിൽ ഉണ്ടാകണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഉപ്പും മഞ്ഞളും അടുത്തടുത്തായി വയ്ക്കണം. അത് വ്യത്യസ്തമായി വയ്ക്കരുത് എന്ന കാര്യം, അഥവാ മറ്റൊരിടത്ത് വയ്ക്കരുത് എന്ന കാര്യം ഓർക്കുക. ഒരുമിച്ച് തന്നെ വയ്ക്കുക. അടുപ്പിന്റെ വലതുവശത്തായാണ് ഉപ്പ് വയ്ക്കുന്നത്, അഥവാ അത്തരത്തിൽ വയ്ക്കുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി പൂജാമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. പൂജാമുറിയിൽ മഞ്ഞപ്പട്ട്, കുന്നിക്കുരു അല്ലെങ്കിൽ മഞ്ചാടി ഒരു ചില്ലുപാത്രത്തിൽ വയ്ക്കുന്നതും ചെറിയ ഉരുളിയിൽ ഇട്ട് വയ്ക്കുന്നതും ശുഭമാണ്. ഇനി വീടുകളിൽ ഇല്ല എങ്കിൽ ഇവ വീടുകളിൽ കൊണ്ടുവരിക. മഞ്ഞപ്പട്ട് പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന് താഴെയായി വയ്ക്കുക, അതായത് വിഗ്രഹം മഞ്ഞപ്പട്ടിന് മുകളിലായി വയ്ക്കുക. ഉണ്ട് എങ്കിൽ മഞ്ഞപ്പട്ട് മാറ്റി സ്ഥാപിക്കുന്നതും ശുഭമാണ് എന്ന കാര്യവും ഓർക്കുക. ശ്രീകൃഷ്ണ ചിത്രം
വിഗ്രഹം അത് അനിവാര്യം തന്നെയാകുന്നു. അതേപോലെ തന്നെ ലക്ഷ്മി ചിത്രവും അനിവാര്യമാണ്. നിങ്ങളുടെ വീടുകളിൽ ഇല്ല എങ്കിൽ അഥവാ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലക്ഷ്മി ചിത്രത്തിൽ തുമ്പിക്കൈ ഉയർത്തിയ 2 ആനകൾ ഉണ്ടാകുന്നത് ഏറ്റവും വിശേഷമാണ്. അതിനാൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ നോക്കി വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താമരയിൽ ഇരിക്കുന്നതായ ദേവീ ചിത്രവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ലക്ഷ്മി ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ തെറ്റുകൾ വരുത്താൻ പാടുള്ളതല്ല. മൂങ്ങയുള്ള ചിത്രമുണ്ട് എങ്കിൽ അത് വാങ്ങരുത്. വീടുകളിലുണ്ട് എങ്കിൽ ഒഴിവാക്കുന്നതാണ് ശുഭം. രണ്ടാമത്തേത് കാലുകളാകുന്നു. ലക്ഷ്മി ദേവിയുടെ കാലുകൾ കാണുന്ന തരത്തിലുള്ള ചിത്രം അത് പാടുള്ളതല്ല. അവ വീടുകളിൽ നിന്നും ഒഴിവാക്കുന്നതും വാങ്ങാതിരിക്കുന്നതുമാണ് ശുഭം. കൂടാതെ ലക്ഷ്മി ദേവി നിൽക്കുന്നതായ ചിത്രം അത്ര ശുഭമല്ല എന്നാണ് പറയുക. ഈ കാര്യവും നിങ്ങൾ ഓർക്കുക. ഇനി കിടപ്പുമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. മഞ്ഞ വസ്തുക്കൾ വയ്ക്കുക. പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ബെഡ്റൂമിൽ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങി വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുഷ്പത്തിന്റെ ചിത്രമോ മറ്റോ വയ്ക്കാവുന്നതുമാണ്. ആ കാര്യവും ഓർക്കുക. ഇനി പ്രധാനമായും പരാമർശിക്കാൻ പോകുന്നത് എന്തെല്ലാം വസ്തുക്കളാണ് പ്രധാനമായും ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രധാനമായും കൊണ്ടുവരേണ്ടത് എന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് കല്ലുപ്പാണ്. കല്ലുപ്പ് പറയുവാൻ ചില കാരണങ്ങളുണ്ട്. കാരണം ഒരു വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കി വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരുവാൻ സാധിക്കുന്ന അത്ഭുതകരമായ വസ്തു. എന്നാൽ ലക്ഷ്മി ദേവിയുമായി കല്ലുപ്പിന് അഭേദ്യമായ ബന്ധമുണ്ട്. അതിനാൽ തീർച്ചയായും കല്ലുപ്പ് വീടുകളിൽ കൊണ്ടുവരിക. വീടുകളിൽ ഉണ്ടാകാം. എന്നിരുന്നാലും ഒരു പുതിയ കല്ലുപ്പ് തന്നെ വീടുകളിലേക്ക് കൊണ്ടുവരിക. മറ്റൊന്ന് കുങ്കുമമാണ്. കുങ്കുമം വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. എന്നാൽ സാധിക്കുന്നവരാണ് എങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ പൂജിച്ചതായ കുങ്കുമം കൊണ്ടുവരുന്നതും അവ പൂജാമുറിയിൽ തന്നെ വയ്ക്കുന്നതും നിത്യവും കുളിച്ച് ശുദ്ധിയോടെ ആ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതും ശുഭകരമാകുന്നു. ദേവി കടാക്ഷം നിലനിൽക്കും എന്ന് മാത്രമല്ല, നെഗറ്റീവ് ഊർജങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. മറ്റൊരു വസ്തു കൺമഷിയാണ്. സ്ത്രീകൾ തീർച്ചയായും കൺമഷി എഴുതണം എന്നാണ് പറയുക. അതിനാൽ കൺമഷി വീടുകളിലേക്ക് കൊണ്ടുവരികയും ചിങ്ങമാസം മുതൽ, അതായത് ചിങ്ങം 1 മുതൽ കൺമഷി എഴുതി തുടങ്ങുന്നതും ശുഭകരം തന്നെയാകുന്നു. അത് നിങ്ങൾക്ക് സൗഭാഗ്യം നൽകും. കണ്ണീർ ദോഷം പോലുള്ള ദോഷഫലങ്ങൾ ഏൽക്കാതിരിക്കുവാനും സഹായകരമാണ്. മറ്റൊന്ന് വെള്ളി നാണയമാകുന്നു. അല്ലെങ്കിൽ വെള്ളി ആഭരണമാണ് എങ്കിലും നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു. അവ പ്രത്യേകിച്ചും പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം സമർപ്പിക്കുക. ശേഷം പണം സൂക്ഷിക്കുന്ന ഇടത്ത് തന്നെ വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രമാകുന്നു. ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട നിറങ്ങളിൽ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന നിറങ്ങളിൽ ഒന്ന് തന്നെയാണ് പച്ച. അതിനാൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ നാളെ അണിയുന്നതും, അതായത് ചിങ്ങമാസം 1 അണിയുന്നതും അതേപോലെ തന്നെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും വിശേഷമാണ്. അത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. മറ്റൊന്ന് മഞ്ഞളാകുന്നു. മഞ്ഞൾ വീടുകളിലുണ്ട്. എന്നിരുന്നാൽ പോലും വീടുകളിലേക്ക് മഞ്ഞൾ കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് തുളസിമാലയാകുന്നു. തുളസിമാല മാല കെട്ടുന്ന ഇടത്തു നിന്നും വാങ്ങി കൊണ്ടുവരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ തന്നെ കെട്ടുവാൻ സാധിക്കുന്നു എങ്കിൽ അപ്രകാരം ചെയ്യാവുന്നതുമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓഗസ്റ്റ് 16 ഏകാദശിയാണ് വരുന്നത്. അതിനാൽ അന്നേ ദിവസം തുളസി പറിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ തന്നെ ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഈ പരാമർശിച്ചതായ വസ്തുക്കൾ എല്ലാം തന്നെ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും കഴിയുന്ന വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരിക. മേൽ പരാമർശിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വർഷത്തെ ഫലമാണ് വന്നു ചേരുക. അതിനാൽ ചിങ്ങം 1 വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക.